അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നല്ലൊരു ഷേപ്പ് കിട്ടുന്ന ഒരു നൈറ്റി തയ്ക്കാം കേട്ടോ. പ്രിൻസസ് കട്ട് നൈറ്റി നല്ല ഷേപ്പായിരിക്കും നമുക്ക് ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം ബാക്ക് പോർഷനാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നൈറ്റി തുണി നമ്മൾ ഫുൾ നിവർത്തിയ ശേഷം ജസ്റ്റ് ഒരു മടക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നൈറ്റിക്ക് സാധാരണ എല്ലാവർക്കും 53 ഇഞ്ചാണ് സ്റ്റാൻഡേർഡ് ലെങ്ത്ത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടൊന്ന് മടക്കി വെക്കുക. ബാക്ക് പോർഷനാണ്, ഫ്രണ്ട് പോർഷനുള്ളത് ഞാൻ മേലെ സൈഡാക്കിയിരിക്കുന്നുണ്ടോ. എന്നിട്ട് നമുക്ക് 53 ഇഞ്ച് ലെങ്ത്ത് എവിടെയാണോ അവിടെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് സാധാരണ നമ്മൾ നിങ്ങൾക്ക് എത്രയാണോ കൊടുക്കുക ആ അളവുകളൊക്കെ ഷോൾഡർ, ആം ഹോള്, ചെസ്റ്റ്, വേസ്റ്റ്, പിന്നെ താഴോട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, ഷോൾഡർ ഞാനിപ്പോൾ എൻ്റെ അളവ് അനുസരിച്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഷോൾഡർ 7, ആം ഹോൾ 7, ചെസ്റ്റ് 13, വേസ്റ്റ് 12 എന്നുള്ള രീതിയിൽ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എത്രയാണോ നിങ്ങൾക്ക് സാധാരണ നൈറ്റ് തേക്കുമ്പോൾ വരിക അത് നിങ്ങൾ മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഷോൾഡർ 7, ആം ഹോൾ 7 മാർക്ക് ചെയ്ത് വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒരു അടിപൊളി വെറൈറ്റി നൈറ്റിയാണ്, പ്രിൻസസ് കട്ട് നൈറ്റിയാണ് നമ്മളിന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ അളവുകൾ മാർക്ക് ചെയ്യുന്നുണ്ട്. ബാക്ക് പോർഷൻ ആയതുകൊണ്ട് സാധാരണ നമ്മൾ കട്ട് ചെയ്യുന്ന പോലെ തന്നെ ആ രീതിക്കാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് 13 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ശേഷം വേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 13 തന്നെ മാർക്ക് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഷേപ്പ് ഉണ്ടാവില്ല. ഷേപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കുറയ്ക്കണം. അപ്പോൾ നമ്മൾ വേസ്റ്റിന് വേണ്ടിയിട്ട് 12 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കൂടി യോജിപ്പിച്ചിട്ട് താഴെ വരെ നമുക്ക് വരച്ചെടുക്കാം. ഈ ഒരു പ്രിൻറ്റിൻ്റെ ഉൾവശവും പ്രിൻറ്റ് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ അടിതിരിച്ചിട്ട് മാർക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണില്ല കേട്ടോ. കൈക്കുഴി 1.5 ഇഞ്ച് കുഴിച്ച് വെട്ടുക കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് അടിതിരിച്ച് തുണിയുടെ ഉൾവശത്ത് മാർക്ക് ചെയ്ത് നല്ല വശത്ത് മാർക്ക് ചെയ്യുക. ചിലവർ ചോദിക്കും തുണിയുടെ നല്ല വശത്താണോ മാർക്ക് ചെയ്യുക, അതുപോലും അറിയുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കമൻസ് വരാറുണ്ട്. അറിയാഞ്ഞിട്ടില്ല, പക്ഷേ ഇതിൻ്റെ ഉൾവശത്തും അതൊരു പ്രിൻ്റ് ഉണ്ട്, പ്ലെയിൻ അല്ല, അതുകൊണ്ടാണ് സംഭവം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാവില്ല. അപ്പോൾ അതേ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ സൈഡിൽ നിന്നൊക്കെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഇങ്ങനെ എടുക്കും. ഇത് നമ്മൾ ബാക്ക് പോർഷനാണ്. ഇനി നമുക്ക് ഈ ബാക്ക് വെച്ചിട്ട് വേണം ഇനി ഫ്രണ്ട് പീസ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ബാക്ക് വെച്ചിട്ട് വേണം നമുക്ക് ഫ്രണ്ട് പോർഷൻ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ മടക്കിയ പോലെ തന്നെ ആ മേലെയുള്ള പീസിൽ, അതായത് ബാലൻസ് പീസിന് നടുവേ ജസ്റ്റ് ഒരു നടുവേ പോലെ മടക്കുക കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ മഴയുണ്ടോ ഫ്രണ്ട്സ്? നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇപ്പം നല്ല മഴ ഇങ്ങനെ എറണാകുളത്ത് ഇങ്ങനെ ഇപ്പം പൊട്ടി പെയ്യുന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുകയാണ്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ മഴയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് എറണാകുളത്തെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിത് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. നമ്മളത് ഇതുപോലെ വീണ്ടും ഒന്ന് മടക്കണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാം മറക്കരുത് കേട്ടോ. ഇവിടെ ഭയങ്കര കാറ്റും മഴയും വരുന്നുണ്ട്. ഭയങ്കരമാണ്. അതിന് നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറയാം, ഇനിയുള്ളത് ശ്രദ്ധിച്ചോളൂ. നടുവേ മടക്കി നമ്മൾ വെച്ച ശേഷം നമ്മുടെ ബാക്ക് നൈറ്റിയില്ലേ അത് നമ്മൾ ഈ ഒരു ഫ്രണ്ട് മടക്കി വെച്ചതിൽ നിന്നും ഒരു ഇഞ്ച് നമ്മൾ 1.5 ഇഞ്ച് നമ്മൾ പുറത്തോട്ടേക്ക് വെക്കണം. 1.5 ഇഞ്ച് പുറത്തോട്ട് വെക്കണം. കാരണം പ്രിൻസസ് കട്ട് വരുമ്പോൾ നമുക്ക് ഷേപ്പ് കിട്ടാനും അതിലൊരു പൈപ്പിങ് കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ കറക്റ്റ് അതേ ലെങ്ത് അത് തന്നെയാണ്. പക്ഷേ വണ്ണം കണ്ടോ, നമ്മൾ ബാക്ക് ഫോൾഡ് ചെയ്തത് ഇത് കണ്ടോ, ഫ്രണ്ട് പീസിൽ നമ്മൾ 1.5 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ച് തള്ളി വെക്കുക ബാക്ക് പോർഷൻ. ഫ്രണ്ട് പീസിന് വേണ്ടി തുണി മടക്കി വെച്ചു. അതിൻ്റെ മേലെ നമ്മൾ ബാക്ക് പീസ് കറക്റ്റ് മേലെ വെക്കരുത്, 1.5 ഇഞ്ച് തള്ളിയിട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള അളവുകളിൽ അതുപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കാം. പിന്നെ അതിൽ അളവുകളിൽ മാറ്റം വരുത്താൻ പാടില്ല. അതുപോലെ ബാക്കിയുള്ള അളവുകളെല്ലാം കറക്റ്റായിട്ട് അങ്ങ് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഷോൾഡർ, ആം ഹോൾ എല്ലാം കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കുക. ബാക്കി എങ്ങനെയാണോ ഉള്ളത് അതെല്ലാം അതുപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കുക. അതെ, കണ്ടോ. എന്നിട്ട് ബാക്കിയുള്ള ഈ ഒരു മേലെ ഉള്ള ഭാഗത്തു നിന്നും നമുക്ക് നല്ല രീതിയിൽ സ്ലീവ് കിട്ടുകയും ചെയ്യും കേട്ടോ. നല്ല രീതിക്ക് നമുക്ക് സ്ലീവ് കിട്ടുകയും ചെയ്യും. കണ്ടല്ലോ, ഇതേ അളവിൽ നമുക്കതങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മളിതേ സ്ലീവ് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. സ്ലീവല്ല, നമ്മൾ ആം ഹോളും ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. നല്ല മഴയാണ് കേട്ടോ, ഇവിടെ ഭയങ്കര മഴ തുടങ്ങി. അപ്പോൾ ഇത് കട്ട് ചെയ്ത് എടുക്കാം.
അപ്പോൾ ബാക്ക് വശത്തിനെക്കാട്ടും 1.5 ഇഞ്ച് വണ്ണം കൂടുതലാണ് നമ്മളുടെ ഫ്രണ്ട് പോർഷൻ. കാരണം അതിൽ പ്രിൻസസ് കട്ട് കട്ടിങ് വരണമുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് പ്രിൻസസ് കട്ടിൻ്റെ മാർക്കിങ്ങും കൂടി ചെയ്തെടുക്കണം. അപ്പോൾ കൈക്കുഴി നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ആ ഒരു പോയിന്റ് അവിടെ ഉണ്ടല്ലോ. പിന്നെ നമ്മൾ ഷോൾഡറിൽ നിന്നും 4 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യുക. ഷോൾഡറിൽ നിന്നും 4 ഇഞ്ച് എടുക്കുക, അവിടെ നിന്ന് താഴോട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് കൈക്കുഴിയുടെ അവിടെ നിന്ന് 1.5 ഇഞ്ച് നമ്മൾ എടുത്തല്ലോ, ആ കൈക്കുഴി കുഴിച്ച് വെട്ടാൻ വേണ്ടി ഇങ്ങനെ എടുത്തില്ലേ, ആ പോയിന്റിൽ നിന്നും ഈ ഒരു ലൈനിലേക്ക് മുട്ടിക്കുക. ആദ്യം നമ്മൾ ഷോൾഡറിൽ നിന്നും 4 ഇഞ്ച് മാർക്ക് ചെയ്തു താഴോട്ട്. ഓക്കെ, 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിൽ നിന്നും താഴോട്ട് മാർക്ക് ചെയ്യുക, നീളത്തെ മാർക്ക് ചെയ്യുക. ആദ്യം ഷോൾഡറിൽ നിന്നും 4 ഇഞ്ച് എടുത്തു, ആ 4 ഇഞ്ചിൽ നിന്നും താഴോട്ടേക്ക് ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇങ്ങനെ മാർക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ കൈക്കുഴിയുടെ സെൻറ്റർ പോയിന്റ് എടുത്തോ. കൈക്കുഴിയുടെ സെൻറ്റർ പോയിന്റിൽ നിന്നും ഈ ലൈന് നേരെ വന്നിട്ട് നമ്മുടെ ആ 4 ഇഞ്ചിന് നമ്മൾ താഴ്ത്തിക്ക് എഴുതില്ല, അതിലേക്ക് മുട്ടിക്കുക. കണ്ടോ, എളുപ്പ വഴിയാണ് പ്രിൻസസ് കട്ടിനെ പറഞ്ഞു തന്നതേ. കണ്ടോ, ഇങ്ങനെ. അപ്പം മേലെന്ന് ഞാൻ ലൈൻ വരപ്പിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് അളവ് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം കൈക്കുഴിയുടെ ഒരു സെൻറ്റർ പോയിന്റിൽ നിന്നും നമ്മൾ എടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് കൈക്കുഴിയുടെ സെൻറ്ററിൽ നിന്നും നമ്മൾ ഇങ്ങനെ ഭാഗത്തുനിന്ന് എടുത്തു വരിക. അപ്പോൾ അങ്ങനെ എടുത്തു വരുമ്പോൾ ഷോൾഡറിൽ നിന്നും 4 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്തു, ആ 4 ഇഞ്ചിൽ നിന്നും താഴോട്ടൊരു ലൈൻ വരച്ചു. മനസ്സിലായോ? എന്നിട്ടാണ് ഈ കൈക്കുഴിയുടെ ഭാഗത്തുനിന്ന് വരുന്ന ലൈന് ആ ലൈനിലേക്ക് മുട്ടിക്കണമാണ്. വീഡിയോ നല്ല 3-4-5 തവണ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ആ പ്രിൻസസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ടിൽ മാത്രമാണ് പ്രിൻസസ് കട്ട് വരുന്നത്, ബാക്കിൽ പ്രിൻസസ് കട്ട് ഇല്ല, പ്ലെയിൻ ആണ്. ബാക്ക് പ്ലെയിൻ ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇത് നേരെ നമുക്ക് കണ്ടോ, നല്ല ഷേപ്പായിരിക്കും. ഇനി സ്ലീവ് ലെങ്ത് ഞാനൊരു 8 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 8 9 എത്ര വേണമെങ്കിൽ എടുക്കാം. എന്നിട്ട് സ്ലീവിൻ്റെ കൈക്കുഴി മാർക്ക് ചെയ്യാനായിട്ട് ഒരു 3 ഇഞ്ച് കൈക്കുഴി മാർക്ക് ചെയ്യാനായിട്ട് അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. ആ 3 ഇഞ്ചിൻ്റെ വണ്ണം 10 ഇഞ്ചാണ് എടുക്കുന്നത്. ഓക്കെ, ആ 3 ഇഞ്ചിൽ നിന്നും അതിൻ്റെ വണ്ണം 10 ഇഞ്ച്. എന്നിട്ട് കൈയിൻ്റെ റൗണ്ടിൻ്റെ വണ്ണം 8 ഇഞ്ച് മാർക്ക് ചെയ്തൊരു സാധാരണ സ്ലീവ് പോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അപ്പം അടുത്ത പാർട്ടിൽ ഇതിൽ നെക്കിലൊരു ബോർഡർ വരും, പ്രിൻസസ് കട്ട് വരും, എല്ലാം കൂടി വരുന്ന ഒരു ഡിസൈനാണ് അടുത്തതിൽ വരുന്നത്. യോജിപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യാം. സ്റ്റിച്ചിങ് പാർട്ട് വേണമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതൊരു വെറൈറ്റി നൈറ്റിയാണ്. ഫ്രോക്ക് നൈറ്റി അല്ല, പ്ലീറ്റഡ് നൈറ്റി അല്ല, ചുരി കട്ട് നൈറ്റി അല്ല, പിന്നെ എൻ സ്റ്റൈൽ നൈറ്റി അല്ല. ഇത് നമുക്ക് പ്രിൻസസ് കട്ട് നൈറ്റിയാണ്. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ വേണ്ടവർ ഒന്ന് ഇത് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നമ്മളത് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.